ഞാനിന്ന് കാർ വെക്കുന്നുണ്ട്, ബൈക്ക് വെക്കുന്നുണ്ട്, വെയിറ്റഡ് പുഷപ്പ് അടിക്കുന്നുണ്ട്, സിലിണ്ടർ കെട്ടി തൂക്കി പുള്ളപ്പ് അടിക്കുന്നുണ്ട്, വെയിറ്റഡ് പ്ലാങ്ക് അടിക്കുന്നുണ്ട്, 1 മിനിറ്റ് റൂബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് അറിയാമോ? പറഞ്ഞു തരാം. ഞാൻ ഒരു ദിവസം തിരിഞ്ഞു നോക്കി, അപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ഇതുവരെ തിന്നുകയും കുടിക്കുകയും അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. സോ ഞാൻ ഒരു തീരുമാനമെടുത്തു, എന്റെ ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് പുറത്തെടുക്കണം. അതിനുവേണ്ടി ചാറ്റ് ജിപിടിയോട് ചോദിച്ചു, ഹൗ ടു ബിക്കം ദ ടോപ്പ് 1% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ. സോ ചാറ്റ് ജിപിടി പറഞ്ഞ കുറെ ചലഞ്ചസ് ആണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം വെയിറ്റഡ് പുള്ളപ്പ് സിലിണ്ടർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇപ്പം കാണാം. ഈസി. ഈസി. അയ്യോ ഈസി അല്ല. Got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my ബൈക്ക് നമുക്ക് പൊക്കാവുന്ന വീഡിയോ ഉള്ളായിരുന്നു. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊന്നാമത് തുരുമ്പെടുത്തിരിക്കുക. മാത്രമല്ല എവിടെയും പിടിച്ച് പൊക്കിക്കഴിഞ്ഞാൽ ഇത് പൊട്ടികളയെ കാണാൻ വരുമോ എന്നുള്ള പേടിയിൽ ഇരിക്കുമ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്. എന്തോ പൊട്ടി. ഇവിടെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. പൊട്ടി നമുക്ക് ശരിയാക്കി കൊടുക്കാം. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ മാത്രമേ എനിക്ക് റവന്യൂ കയറത്തുള്ളൂ. റവന്യൂ കയറിയാലേ എനിക്കിത് നന്നാക്കാൻ പറ്റൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ. ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് പൊക്കാൻ. പൊക്കി അത്രേ ഉള്ളൂ. ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഇനി പോയി കഴിഞ്ഞാൽ വല്ല ഒടിഞ്ഞിട്ട് വേണം. ഇത് ആരും അനുകരിക്കരുത്. ഇത് പ്രൊഫഷണൽസ് മാത്രം ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ വെയിറ്റഡ് പ്ലാങ്ക് ചെയ്യാൻ പോവാം. വെയിറ്റഡ് പ്ലാങ്ക് ചെയ്യാൻ വേണ്ടി സിലിണ്ടർ പുറത്ത് വെച്ചിട്ട് നമ്മൾ പ്ലാങ്ക് ചെയ്യാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സിലിണ്ടർ ബാഗിൽ കയറത്തില്ലായിരുന്നു. തൽക്കാലം വെയിറ്റിന് ഈ സർവേക്കാൽ ഒരെണ്ണം കുത്തിക്കയറ്റാം. ഒരെണ്ണം കയറത്തുള്ളൂ. കൂടുതൽ കയറ്റി കഴിഞ്ഞാൽ ബാഗ് കിട്ടിയാണ്. ഒയ്യോ എന്തൊരു വെയിറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ട്രൈയിൽ ബാഗിൽ നിന്ന് വെയിറ്റ് ഉണ്ട് കഴുത്തിന് വന്നിരുന്നു. അതുകൊണ്ട് എനിക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. അങ്ങനെ രണ്ടാമത് ട്രൈ ചെയ്ത്. പക്ഷെ രണ്ടാമത്തെ തവണ ഞാൻ കുഴഞ്ഞു പോയി. വീണ്ടും ട്രൈ ചെയ്തു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ഒന്നുകൂടെ. ചെറുക്കൻ്റെ ലാപ്ടോപ്പ് നീ ഇവിടെ എന്ത് കാണിക്കുക? മനുഷ്യൻ ഇവിടെ. നീ ഇങ്ങോട്ട് നീങ്ങിന്നേ. എങ്ങോട്ട് നീങ്ങിയ? ഞാനത് പ്ലാൻ കാണിക്കട്ടെ. സ്റ്റാർട്ട്. ടോപ്പ് 1% ആകുന്നത് നിങ്ങൾ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോഴല്ല, ഇൻസൈൻ മൈൻഡ് സെറ്റുകൾ ഉണ്ടാകുമ്പോഴാണ്. അതെ, ഇറ്റ്സ് അബൌട്ട് മൈൻഡ് സെറ്റ്. എത്ര തവണ തോറ്റാലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ആ ഒരു ലക്ഷ്യത്തെ എത്തുന്നവരെ ട്രൈ ചെയ്യാനുള്ള മൈൻഡ് സെറ്റാണ്. ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മളെ ടോപ്പ് 1% എത്തിക്കുന്നത്. 5 സെക്കൻഡ് കൂടെ ഉള്ളു.
ഈസി, യു ക്യാൻ. എല്ലാം മൈൻഡ് സെറ്റിൻ്റെ കളിയാണ്. അയ്യോ അയ്യോ, ഞാൻ ചത്ത്. എന്തോ കിലുങ്ങുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്നോണ്ടായിരിക്കും. കാറ് പൊക്കുന്നത് ഒരു ടാസ്ക് ആയിരുന്നു. ഒന്നാമത്തെ കാര്യം ഗ്രിപ്പ് കിട്ടത്തില്ല ഇവിടെ പിടിച്ച് പൊക്കുമ്പോൾ തന്നെ. രണ്ടാമത്തെ കാര്യം കുറച്ചും കൂടെ ഹൈറ്റുള്ള സർഫേസ് പൊക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 ബ്രിക്ക് വെച്ച് ട്രൈ ചെയ്തു. പക്ഷേ വീണ്ടും ഫെയിലായി. നല്ല പോയിൻ്റ് സർഫേസ് ആയതുകൊണ്ട് കൈ നല്ലോണം വേദന എടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്രിപ്പും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനൊരു തുണി വെച്ച് പൊക്കാൻ ട്രൈ ചെയ്തു. പക്ഷെ അവസാനം അതും ഫെയിലായി. ഭാവിയിൽ എപ്പോഴേലും ഇത് ചെയ്ത് ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആക്കാം എന്നുള്ള തീരുമാനത്തോടു കൂടി ഞാനിതൊന്ന് അവസാനിപ്പിച്ചു. ടോപ്പ് 1% ആകാൻ സ്ട്രെങ്ത് മാത്രം നോക്കിയാൽ പോരാ, നമ്മളെ മെന്റൽ എബിലിറ്റിയും കൂടെ നോക്കണം. സോ ജീവിതത്തിൽ ഇതുവരെ റൂബിക്സ് ക്യൂബ് സോൾവ് പോലും ചെയ്യാത്ത ഞാൻ 2 മാസം കൊണ്ട് ട്രൈ ചെയ്ത് 1.5 മിനിറ്റുള്ളിൽ സോൾവ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അറ്റ് ദി എൻഡ് ഇറ്റ്സ് നോട്ട് അബൌട്ട് സ്ട്രെങ്ത് ആൻഡ് മെന്റൽ എബിലിറ്റി, ഇറ്റ്സ് അബൌട്ട് ഡിസിപ്ലിൻ ആൻഡ് ഗ്രോത്ത്. ഡിസിപ്ലിനും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗോൾസും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മിനിറ്റ് 25 സെക്കൻഡിനുള്ളിൽ നമ്മൾ കറക്റ്റ് ആക്കിയത്. ആദ്യമായിട്ടാണ് ഞാൻ അത്രയും മിനിറ്റുള്ളിൽ കറക്റ്റ് ആക്കുന്നത്.